എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ വിച്ച് കേസ് ആർ ദ വാല്യൂസ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈക്വൽ? അതായത് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്ന സന്ദർഭം ഏത്? അപ്പം ഏത് സിറ്റുവേഷനിലാണ് സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ദൂരവും തുല്യമാകുന്ന സന്ദർഭം? നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ദിശയിൽ സ്ട്രെയിറ്റ് ലൈനിൽ നേർരേഖയിൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയാണെങ്കിലാണ് സ്ഥാനാന്തരവും അതുപോലെ തന്നെ സഞ്ചരിച്ച ദൂരവും എങ്ങനെയാവുന്നത്? തുല്യം ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആൻസർ എങ്ങനെ പറയാം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഡിസ്റ്റൻസ് കവേർഡ് ആർ ഈക്വൽ. എപ്പോഴാണ്? ഓൺലി വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ. അതാണ് ആൻസർ കേട്ടോ. വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻ ദ സെയിം ഡയറക്ഷൻ, അതായത് ഒരു വസ്തു നേർരേഖാ പാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിന്റെയും സഞ്ചരിച്ച ദൂരത്തിന്റെയും മൂല്യം തുല്യമാകുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് ഈസ് സ്റ്റാർട്ടിംഗ് ഫ്രം റെസ്റ്റ് and moving with an acceleration of 2 meter per second square. What will be the velocity after 10 seconds? അതായത് നിശ്ചലാവസ്ഥയിൽ നിന്ന്, ക്വസ്റ്റ്യൻ മനസ്സിലാക്കോട്ടോ, നിശ്ചലാവസ്ഥയിൽ നിന്ന് 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ സമത്വരണത്തോടു കൂടി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ 10 സെക്കൻഡ് ശേഷമുള്ള പ്രവേഗം എത്രയായിരിക്കും? ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയേച്ച് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതുക. അപ്പം ഒബ്ജക്റ്റ് എങ്ങനെയാണ്? നിശ്ചലാവസ്ഥയിലാണ് അല്ലെ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അവിടെ വെലോസിറ്റി ഇല്ലേ, ആദ്യത്തെ വെലോസിറ്റി ആണ്, അതായത് ഇനീഷ്യൽ വെലോസിറ്റി ആണ്. ഇനീഷ്യൽ വെലോസിറ്റിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? യു വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഇനീഷ്യൽ വെലോസിറ്റിയുടെ വാല്യൂ എത്രയാണ്? 0 ആണ് അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? മൂവിങ് ആൻഡ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് സമത്വരണത്തോടുകൂടി സഞ്ചരിക്കുന്നു. അപ്പൊ ആക്സിലറേഷൻ നമുക്ക് എഴുതാമല്ലോ. ആക്സിലറേഷൻ A ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രോബ്ലം ചെയ്തിട്ട് അവസാനം യൂണിറ്റ് ഇല്ല എങ്കിൽ പ്രോബ്ലത്തിന്റെ മാർക്കെല്ലാം പോകുന്നതായിരിക്കും. Then what will be the velocity after 10 seconds? 10 സെക്കൻഡ് ശേഷമുള്ള പ്രവേഗമാണ് നമുക്ക് വെലോസിറ്റി. അതായത് 10 സെക്കൻഡ് ശേഷം എന്ന് പറയുമ്പോൾ ഫൈനൽ വെലോസിറ്റി അല്ലെ. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. സമയവും തന്നിട്ടുണ്ട്, 10 സെക്കൻഡും തന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, യു ഇവിടെ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, പിന്നെ എന്താണ്? സമയവും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട വി ആണ്. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇല്ലേ, ചലന സമവാക്യങ്ങളിലെ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി നമുക്ക് അപ്ലൈ ചെയ്യാലോ അല്ലെ. വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അപ്ലൈ ചെയ്യാം. യു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? യുവിന്റെ വാല്യൂ 0 ആണ് ഇല്ലേ. ആക്സിലറേഷൻ തന്നിട്ടുണ്ട് 2 ആണ്. സമയം എത്രയാണ്? 10 ആണ്. അപ്പൊ ആൻസർ എത്ര വന്നു? 20 ഇല്ലേ. വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെ എഴുതിയിട്ട് ഫോർ ആൻസർ എഴുതണം കേട്ടോ. എഴുതിയിരിക്കണം. ഫോർ വെലോസിറ്റി വി ഈസ് ഈക്വൽ ടു 20 എന്ന് മാത്രം എഴുതിയാൽ പോലെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 20 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻ നോക്കട്ടോ. ആൻ ഒബ്ജക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് അറ്റൈൻസ് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് ഇൻ 5 സെക്കൻഡ്. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലറേഷൻ? എന്താണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് ചലനം ആരംഭിച്ച് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗം ആർജിക്കുന്നു. അപ്പോൾ ത്വരണം എത്ര എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഒരു വസ്തു നിശ്ചലാവസ്ഥ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണെന്ന് അവിടുന്ന് പതിയെ മൂവ് ചെയ്ത് 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി വന്നെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ പറയുന്നുണ്ട് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ്. അതുകൊണ്ട് നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യമേ എടുത്തെഴുതാം അല്ലെ. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? യു അല്ലെ. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. വെലോസിറ്റി എത്ര? 10 മീറ്റർ പെർ സെക്കൻഡ്, 5 സെക്കൻഡ് ഉണ്ട്. അപ്പൊ അതിന്റെ ഫൈനൽ വെലോസിറ്റി നമുക്ക് എത്രയായിട്ട് എടുക്കാം? 10 മീറ്റർ പെർ സെക്കൻഡ് ഫൈനൽ വെലോസിറ്റി ആയിട്ട് എടുക്കാം. സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5 സെക്കൻഡുമായിട്ടും എടുക്കാം. മനസ്സിലാവുന്നല്ലോ? അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആക്സിലറേഷൻ ആണ്. ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇക്വേഷൻ ഇത് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി വി മൈനസ് യു ഡിവൈഡ് ബൈ ടി ആണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വി 10 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. സമയം 5 ആണ് ഇല്ലേ. അപ്പൊ എത്ര വന്നു? 10/5 എന്ന് വന്നു അല്ലെ. 10/5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 2 എന്ന് വന്നു അല്ലെ. 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലെ. അപ്പൊ ആക്സിലറേഷന്റെ വാല്യൂ എത്ര കിട്ടി? ആക്സിലറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലറേഷൻ എത്ര കിട്ടി? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് ആൻസർ കിട്ടി. മനസ്സിലായല്ലോ? ഇനി അതിന്റെ ബി പാർട്ട്, ഇത് നമ്മൾ എ പാർട്ടാണ് ചെയ്തോട്ടെ. ഇനി ബി പാർട്ട് നോക്കാം. ബി പാർട്ടിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ
acceleration. What is the acceleration? Then if it comes to rest in 5 seconds, what is the retardation? അത് റെസ്റ്റിലേക്ക് അടുത്ത 5 സെക്കൻഡിനത് റെസ്റ്റിലെത്തി. ഇപ്പൊ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി അടുത്ത 5 സെക്കൻഡിൽ അത് റെസ്റ്റിലേക്ക് എത്തുന്നു. അങ്ങനെയാവുന്നുണ്ടെങ്കിൽ അതിന്റെ ആക്സിലറേഷൻ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ റിട്ടാർഡേഷനും ചോദിച്ചിട്ടുണ്ട്. അടുത്ത 5 സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിലാവുന്നുവെങ്കിൽ ആ സന്ദർഭത്തിലെ ത്വരണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 10 അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ദെൻ അടുത്ത 5 സെക്കൻഡിൽ അത് റെസ്റ്റ് ആവുന്നു. അപ്പൊ ഫൈനൽ വെലോസിറ്റി എത്രയാ? 0 ആയി. സമയം എത്രയാണ്? 5 സെക്കൻഡ് ആണ് അല്ലെ. അപ്പം ആക്സിലറേഷൻ എത്രയാണ്? ബി മൈനസ് യു ഡിവൈഡ് ബൈ ടി. എപ്പോഴും ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്, യു എന്ന് വെച്ചാൽ 10 ആണ്, ഡിവൈഡ് ബൈ 5 അല്ലെ. അപ്പം മൈനസ് 10/5 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എന്ത് കിട്ടി? ആക്സിലേഷന്റെ വാല്യൂ എത്രയാണ്? -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി അല്ലെ. നെഗറ്റീവ് ആക്സിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. ആക്സിലേഷൻ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടി. മനസ്സിലായല്ലോ? ഇനി ഒരു കാര്യം കൂടെ ചോദിച്ചു, റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് റിട്ടാർഡേഷൻ എങ്ങനെ എഴുതാം? റിട്ടാർഡേഷൻ കേട്ടോ, റിട്ടാർഡേഷൻ ചോദിച്ചിട്ടുണ്ട്. റിട്ടാർഡേഷന്റെ വാല്യൂ എത്രയാണ്? റിട്ടാർഡേഷൻ എഴുതുമ്പോൾ നെഗറ്റീവ് സൈൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ അതിൽ അണ്ടർസ്റ്റുഡ് ആണ്, അത് നെഗറ്റീവ് വാല്യൂ ഉണ്ടെന്നുള്ളത്. അപ്പൊ റിട്ടാർഡേഷൻ എത്രയാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മനസ്സിലായല്ലോ? അപ്പം റിട്ടാർഡേഷൻ ചോദിക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈൻ നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോഴേ അതിന്റെ തന്നെയുണ്ട് കാര്യങ്ങൾ. അപ്പം റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ -2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഇത് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ ദ second is 40 meter per second and 30 meter per second in the 4th second. What is its acceleration? What is its retardation? What is the velocity at the 8th second? അതായത് ഒരു വസ്തുവിന്റെ 2ാം സെക്കൻഡിലെ പ്രവേഗം 40 മീറ്റർ പെർ സെക്കൻഡും 4ാം സെക്കൻഡിലെ പ്രവേഗം 30 മീറ്റർ പെർ സെക്കൻഡും ആയാൽ അതിന്റെ ത്വരണം എത്ര, മന്ദീകരണം എത്ര, അതുപോലെ 8ാം സെക്കൻഡിലെ പ്രവേഗം എത്ര എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ അതിന്റെ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ 40 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ 4th സെക്കൻഡിലെ വെലോസിറ്റി എന്ന് വെച്ചാൽ 30 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ആക്സിലറേഷൻ കണ്ടുപിടിക്കാലോ. അപ്പം സെക്കൻഡിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി അതായിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 40 മീറ്റർ പെർ സെക്കൻഡ്. ഫൈനൽ വെലോസിറ്റി 4th സെക്കൻഡിലെ ആണ്. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. ആക്സിലേഷൻ സമയം കണ്ടുപിടിക്കാലോ. സമയം നോക്കിയേ, 2 സെക്കൻഡ് 4 സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ 2 സെക്കൻഡ് 4 സെക്കൻഡ് ആകുമ്പോൾ 4 - 2 വരും. സമയം എന്ന് വെച്ചാൽ 2 സെക്കൻഡ് തന്നെ. അപ്പം ആക്സിലേഷൻ A is equal to V minus U divided by T എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു V എന്ന് വെച്ചാൽ 30 ആണ്, U 40 ആണ്, ഡിവൈഡ് ബൈ 2 അല്ലെ. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -10/2 എന്ന് വരും അല്ലെ. -10/2 എന്ന് വരും. Therefore ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വന്നു. അതായത് ആക്സിലേഷന്റെ വാല്യൂ എത്ര വന്നു? -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആക്സിലേഷന്റെ വാല്യൂ കിട്ടി -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് റിട്ടാർഡേഷൻ ചോദിച്ചു. റിട്ടാർഡേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റിട്ടാർഡേഷൻ അല്ലെ. റിട്ടാർഡേഷൻ ഈസ് ഈക്വൽ ടു എത്ര വരും വാല്യൂ? ആക്സിലറേഷൻ -5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പൊ റിട്ടാർഡേഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? 5 അല്ലെ. 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കിയേ, വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി അറ്റ് ദി 8th സെക്കൻഡ്. 8th സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഉണ്ട്. V is equal to U plus AT ഇല്ലേ. ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ നമുക്ക് അറിയുന്നില്ല എങ്കിൽ എന്താണ്? ഇതാണ് ആക്സിലേഷൻ ഇക്വേഷൻ തന്നെയാണ്. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതിൽ നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തതാണ് ഈ ഇക്വേഷൻ. V is equal to U plus AT. വാട്ട് ഈസ് ദ വെലോസിറ്റി അറ്റ് ദി 8th സെക്കൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, 8th സെക്കൻഡിലെ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കുക, സെക്കൻഡ് ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുവാണ്. സെക്കൻഡ് 4 സെക്കൻഡ്, അടുത്ത പറഞ്ഞിട്ടില്ല 8 സെക്കൻഡ് എന്ന് പറഞ്ഞു. അപ്പം ഈ 2 സെക്കൻഡിലെ 40 ആണ്, ഇത് 30 ആണ്. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കണം. 8 സെക്കൻഡിലെ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടുത്തെ സമയം എങ്ങനെയാണ്? 2:4 ഇവിടെ വരുമ്പോ എങ്ങനെയായിരിക്കും? 6 സെക്കൻഡ് ആയിരിക്കും. അപ്പം യൂണിഫോം ഇതിലാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. യൂണിഫോം ഇതിലാണ് മൂവ് ചെയ്യുന്നത്, വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് സമയം ഈക്വൽ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോഴേ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം യൂണിഫോം വെലോസിറ്റിയിൽ തന്നെയാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം.
നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ വി ഈസ് ഈക്വൽ ടു യു എന്ന് വെച്ചാൽ ഇനീഷ്യൽ വെലോസിറ്റി ഇല്ല, അത് 2 സെക്കൻഡില്ല. അപ്പം യു എന്ന് വെച്ചാൽ എത്രയാണ് 40 പ്ലസ് ആക്സിലേഷൻ നമുക്ക് ഇവിടെ കിട്ടി -5. ദെൻ സമയം നോക്കി 8 സെക്കൻഡിലെ സമയമല്ല, അപ്പം 8 മൈനസ് സ്റ്റാർട്ടിങ് 2 സെക്കൻഡ്, 8 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരും 6 വരും ഇല്ലേ. അപ്പൊ സമയം 6 സെക്കൻഡ്. മനസ്സിലായല്ലോ. അപ്പം വി ഈസ് ഈക്വൽ ടു 40 മൈനസ് 30 എന്ന് വരും അല്ലെ. 40 മൈനസ് 30 ഈസ് ഈക്വൽ ടു 10 അല്ലെ, 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പം 8ാമത്തെ സെക്കൻഡിലെ വെലോസിറ്റി എത്രയാണ് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് 8ാമത്തെ സെക്കൻഡിലെ ഇവിടുത്തെ വെലോസിറ്റി എന്ന് വെച്ചാൽ 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ 40 30 അടുത്ത എത്രയായിരിക്കും 6 സെക്കൻഡിൽ എത്രയായിരിക്കും 20 ആയിരിക്കും. അപ്പൊ യൂണിഫോം മോഷനിലാണ് അത് മൂവ് ചെയ്യുന്നത് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ. അപ്പം ഇതുപോലത്തെ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു തന്നെ പഠിക്കട്ടെ. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തന്നെ ചെയ്യുക. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക, ഇക്വേഷൻ എഴുതുന്നതിനൊക്കെ മാർക്കുണ്ട്. റിസൾട്ട് വിത്ത് യൂണിറ്റ് ആണ് കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കോട്ടോ. ഇവിടെ ഒരു എന്താണ് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഡേറ്റ റിഗാർഡിംഗ് ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇവിടെ ഡേറ്റാസ് തന്നിട്ടുണ്ട് അല്ലേ. വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിരിക്കുന്നു. സമയപ്രവേഗ ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ എന്തായാലും നിങ്ങൾക്ക് ഷുവർ ആണ് ചോദിച്ചിരിക്കും കേട്ടോ. ദെൻ ചോദിച്ചിട്ടുണ്ട് അറ്റ് വിച്ച് ഒക്കേഷൻസ് ഈസ് ദെയർ എ ഡിസലറേഷൻ. ഡിസലറേഷൻ ഉണ്ടാകുന്ന സന്ദർഭങ്ങളെ മന്ദീകരണം ഉണ്ടാകുന്നത്. പിന്നെ 0 മുതൽ 6 സെക്കൻഡ് വരെയുള്ള സമയയിടവേള വസ്തുവിന്റെ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫ് വരയ്ക്കണം അല്ലേ. അപ്പൊ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. നിങ്ങൾക്ക് ഗ്രാഫ് പേപ്പർ ഒക്കെ തരും കേട്ടോ. അപ്പൊ വാല്യൂസ് വെച്ച് ഗ്രാഫ് വരയ്ക്കാം. അപ്പൊ ആദ്യമേ എക്സ് ആക്സിസും വൈ ആക്സിസ്. ഇത് വൈ ആക്സിസ് ആണ്, ഇതെന്താണ് ഒറിജിൻ ആണ്, ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ. നമ്മൾ ഇനി എക്സ് ആക്സിനും വൈ ആക്സിസിനും എന്തൊക്കെയാണ് എടുക്കുന്നത്? എക്സ് ആക്സിസിൽ നമ്മൾ ടൈം ആണ് എടുക്കുന്നത് അല്ലേ, ടൈം ആണ് എടുക്കുന്നത്. വൈ ആക്സിസിന് വെലോസിറ്റി സമയഗ്രാഫ് അല്ല, അപ്പൊ വൈ ആക്സിസിൽ വെലോസിറ്റി അല്ലേ, അതായത് പ്രവേഗമാണ് നമ്മൾ എടുക്കുന്നത്, വെലോസിറ്റി. അപ്പൊ വൈ ആക്സിസിൽ നമ്മൾ വെലോസിറ്റി ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ എഴുതുക കേട്ടോ. അപ്പൊ നമുക്ക് സമയം നോക്കുക 0 1 2 3 4 5 6 7 8 10 വരെയാണ് പോകുന്നത്. അപ്പൊ അതേ രീതി തന്നെ നമുക്ക് എടുക്കാം. ഇവിടെ ഇത് 1 ആണ്, അടയാളപ്പെടുത്തോട്ടെ. 2 3 ഇത് 4 ആണ്, 5 6 7 8 9 10 വരെയുണ്ട്. ദെൻ അതുപോലെ തന്നെ വെലോസിറ്റി നമുക്ക് 0 10 20 30 40 ആ റേഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒന്നെങ്കിൽ 10 20 30 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 5 10 എന്ന് എടുക്കാം കേട്ടോ. ഗ്രാഫിന്റെ വലുപ്പം അനുസരിച്ച് നമുക്കിപ്പം 10 20 തന്നെ എടുക്കാം കേട്ടോ. 10 20 30 40 50 40 വരെയല്ലേ മാക്സിമം വാല്യൂ വരുന്നുള്ളൂ. അപ്പോൾ ഇത്ര എടുത്ത് കേട്ടോ. അപ്പോൾ ഓരോ പോയിന്റും കേട്ടോ 40 30 20 10 കേട്ടോ. അതങ്ങനെ അടയാളപ്പെടുത്തും കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, സ്കെയിൽ എഴുതണം. സ്കെയിൽ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്കെയിൽ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ മാർക്ക് കുറയ്ക്കും. സ്കെയിൽ എന്താണ് നമ്മൾ എഴുതുന്നത്? എക്സ് ആക്സിസിൽ 10 ഡിവിഷൻ അല്ലെ. എക്സ് ആക്സിൽ 10 ഡിവിഷൻ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 1 സെക്കൻഡ് ആണ്. അതുപോലെ തന്നെ വൈ ആക്സിസിൽ 10 ഡിവിഷൻ അല്ലെ. വൈ ആക്സിസിൽ 10 ഡിവിഷൻ എന്താണ് എടുത്തിരിക്കുന്നത്? 10 മീറ്റർ പെർ സെക്കൻഡ് ആണ്. 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് വൈ ആക്സിസിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. അത്തരം കാര്യങ്ങളൊക്കെ എഴുതുക. നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. സമയം 0 ആവുമ്പോൾ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി 0, അതായത് ഈ ഒരു പോയിന്റ് ആണ് ഇല്ലേ, ഈ ഒരു പോയിന്റ് ആണ്. ദെൻ സമയം 1 ആകുമ്പോൾ 1 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എത്ര 10 ആണ്. അപ്പോൾ അതാ ഈ ഒരു പോയിന്റ്. ദെൻ നോക്കുക, സമയം 2 ആകുമ്പോൾ വെലോസിറ്റി 20 ആണ്. അപ്പം ഇതാണ് ഇത്. ഇനി സമയം 3 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എത്രയാണ്? 30 ആണ്. ഇനി സമയം 4 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി എത്രയായി? 40 അല്ലെ, വെലോസിറ്റി 40 ആയി. സമയം 5 സെക്കൻഡ് ആകുമ്പോൾ വെലോസിറ്റി 5 സെക്കൻഡിലെ വെലോസിറ്റി 40 ആണ്. 6 സെക്കൻഡിലെ വെലോസിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 40 തന്നെ. 6 സെക്കൻഡിലെ വെലോസിറ്റി 40 തന്നെ. 7 സെക്കൻഡിലെ പിന്നെ വെലോസിറ്റി എങ്ങനെ കുറഞ്ഞു? 30 ആയി അല്ലെ. അപ്പൊ 30. അപ്പൊ ഇതാണ് പോയിന്റ്. 8 സെക്കൻഡ് വന്നപ്പോൾ പിന്നെയും വെലോസിറ്റി കുറഞ്ഞു, 20 ആയി അല്ലേ. ദെൻ 9 സെക്കൻഡ് വന്നപ്പോൾ പിന്നെയും കുറഞ്ഞു, 10 ആയി. 10 സെക്കൻഡ് വന്നപ്പോൾ വെലോസിറ്റി എന്തായിട്ട്? 0 ആയിട്ട് മാറി. മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ത് വരയ്ക്കണം? ഗ്രാഫ് വരയ്ക്കണം. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. എന്ത് നോക്കാം? അറ്റ് വിച്ച് ഒക്കേഷൻ ഈസ് ദ ഡിസലറേഷൻ, അതായത് ഗ്രാഫിൽ ഏത് അവസരത്തിലാണ് മന്ദീകരണം ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, മന്ദീകരണം ഉള്ളത്, മന്ദീകരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഡിസലറേഷൻ, അത് ആക്സിലറേഷൻ കുറയുന്ന സിറ്റുവേഷൻ ഏതാണ്? അതായത് ഇവിടം തൊട്ട് ഈ പൊസിഷൻ വരെ എങ്ങനെയാണ്? ഡിസലറേഷൻ ആണ്, ആക്സിലറേഷൻ അവിടെ കുറയുവാണ്. അതായത് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? 6 സെക്കൻഡ് നോക്കുക. അതിന് കറസ്പോണ്ടിങ് സമയത്താണ് 6 സെക്കൻഡ് അല്ലെ. 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ അല്ലെ, നമുക്ക് എങ്ങനെ പറയാം? അപ്പം ഗ്രാഫ് നമ്മൾ വരച്ചു. ബി എന്ന് പറഞ്ഞിരിക്കുന്ന മന്ദീകരണം സെക്കൻഡിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, നമുക്ക് എഴുതാം ഫ്രം 6 സെക്കൻഡ് അല്ലെ, 6 സെക്കൻഡ്സ് ടു
10 സെക്കൻഡ് അല്ലേ? അതായത് 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയാണ് മന്ദീകരണം ഉള്ളത്. അങ്ങനെ എഴുതിക്കൊള്ളട്ടെ, 6 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെയാണ് മന്ദീകരണം ഉള്ളത്. മനസ്സിലായല്ലോ? അത് എഴുതിക്കൊള്ളുക. ഇനി അതിന്റെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ. എന്താണ്? വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ഒബ്ജക്ട് ഡ്യൂറിംഗ് ദ ടൈം ഇന്റർവൽ ഫ്രം 0 to 6 സെക്കൻഡ്. 0 മുതൽ 6 വരെയുള്ള സമയ ഇടവേളയിൽ വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 0, അതായത് ഇവിടം തൊട്ട് 6 സെക്കൻഡ് ഇവിടം വരെ അത്രയും സമയത്തിനിടയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരം കണ്ടുപിടിക്കാൻ അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ചിട്ടാണ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ എങ്ങനെയാണ് ഏരിയ അണ്ടർ ദ ഗ്രാഫ്. അപ്പൊ നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കുവാണ്, സ്കെയിൽ വെച്ച് നിങ്ങൾ വരച്ചിടാൻ കേട്ടോ, നേരെ വരയ്ക്കുവാണ്. ഇനി ഒരു പോർഷൻ, ഇത്രയും പോർഷൻ അല്ലെ, ഇത്രയും പോർഷന്റെ ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? സ്ഥാനാന്തരം കിട്ടും അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതിനെ രണ്ടായിട്ട് സെക്ഷൻ ഡിവൈഡ് ചെയ്യാം കേട്ടോ. ഇതൊരു ഇത്രയും സെക്ഷനായിട്ട്, ഇതൊരു ഫസ്റ്റ് സെക്ഷനും ഇതൊരു സെക്കൻഡ് സെക്ഷനുമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇല്ല, സ്ഥാനാന്തരം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാം? ഏരിയ ഇല്ലേ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇല്ലേ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഇല്ലേ, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഫ്രം 0 സെക്കൻഡ് ടു 6 സെക്കൻഡ് എന്ന് പറയാം കേട്ടോ. ഫ്രം 0 to 6 സെക്കൻഡ് എന്ന് പറയാം അല്ലേ. 0 മുതൽ 6 സെക്കൻഡ് വരെയുള്ള ഏരിയ കണ്ടുപിടിച്ച് നമുക്ക് എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം കിട്ടും. അപ്പം എസ് ഈസ് ഈക്വൽ ടു അല്ലെ ഏരിയ ഓഫ് ഫസ്റ്റ് സെക്ഷൻ പ്ലസ് ഏരിയ ഓഫ് സെക്കൻഡ് സെക്ഷൻ എന്ന് കൊടുക്കാം, രണ്ടാമത്. അപ്പൊ ആദ്യത്തെ സെക്ഷൻ നോക്കിയത് എന്താണ്? ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുവച്ചാൽ പോലെ ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബേസ് എത്ര വരും? അതായത് ഇവിടം തൊട്ട് ഇവിടം വരെ ആണ് ബേസ് വരുന്നത് അല്ലെ. അതായത് 4 സെക്കൻഡ് അല്ലെ, 4 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടം തൊട്ട് ഇവിടം വരെ, അതായത് എത്രയാണ്? 40 ആണ് അല്ലെ, 40. മനസ്സിലായല്ലോ? പ്ലസ് അടുത്ത സെക്ഷൻ ഏരിയ ഓഫ് സെക്കൻഡ് സെക്ഷൻ ഏരിയ എന്ന് പറയുമ്പോൾ റെക്ടാങ്കിൾ അല്ലേ. അപ്പൊ ഏരിയ ഓഫ് റെക്ടാങ്കിൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര വരും? ഇവിടം വരെ വരും അല്ലേ, അതായത് 40 വരും. 40 ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4 തൊട്ട് 6 വരെ, അതായത് 2 വരും ഇല്ലേ, 2 വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? ഇവിടുത്തെ ഈ 2 കൊണ്ട് പോകാൻ ഇവിടെ 2 വരും. ദാറ്റ് ഈസ് 40 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 80 വരും. 40 ഇൻറ്റു 2 80 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 160 എന്ന് വരും അല്ലേ. അപ്പൊ അത്ര ആൻസർ എത്തി 160 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ സ്ഥാനാന്തരം ഇല്ലേ, അതായത് 0 സെക്കൻഡ് മുതൽ 6 സെക്കൻഡ് വരെയുള്ള ഭാഗത്തെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് എത്രയാണ്? 160 മീറ്റർ അല്ലെ, 160 മീറ്റർ സ്ഥാനാന്തരം അവിടെ സംഭവിച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഗ്രാഫ് വരയ്ക്കാൻ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രത്യേകം ഓർത്തോളം സ്കെയിൽ എഴുതിയിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. സ്കെയിൽ എഴുതിയിരിക്കണം. എക്സ് ആക്സിസിലും വൈ ആക്സിസിലും എന്താണെന്നും എഴുതിയിരിക്കണം കേട്ടോ. വെലോസിറ്റി ആണോ പൊസിഷൻ ആണോ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കണം കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്നതാണ് ആൻസർ എഴുതുമ്പോൾ വിത്ത് യൂണിറ്റും ഉണ്ടായിരിക്കണം. ക്ലിയർ ആയല്ലോ?